നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതായാലും ഏട്ടന്റെ അറിവില്ലാതെ ഒരു മൊബൈൽ ജാമർ ഇവിടെ വരില്ല. ഏട്ടൻ എന്താ ഇങ്ങനെ? എന്തോ ചതിയുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങളൊന്നും വേണ്ട. ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. നമ്പ്യാരുടെ മുമ്പിൽ എങ്ങനെ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. ഉറപ്പിന്റെ വാക്ക് വാക്കായിരിക്കണം. അത് നടന്നു തന്നെ ആവണം. നടക്കില്ല. ക്ഷമിക്കണം, ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ അറിയിച്ചതാണ്. എനിക്ക് വേണ്ടി നിശ്ചയിച്ച നീലിമയ്ക്കും ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞതാണ് അവള്. പിന്നെ എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സാവുന്നില്ല. മകന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പുല്ലുവില കൊടുക്കാതെ അച്ഛനെടുത്ത ഈ തീരുമാനം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവനെന്തോ ഈ പറയുന്നേ? ഈ വിവാഹം എന്ന് പറയുന്നത് 1-2 ദിവസത്തേക്കുള്ളതല്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയാവുന്നുള്ള കരാർ ഉറപ്പിക്കില്ല. അച്ഛന്റെ തീരുമാനത്തിനനുസരിച്ച് ഇന്നൊരു വിവാഹം, മകന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാളെ മറ്റൊരു വിവാഹം. അതൊന്നും ശരിയാവില്ല അച്ഛാ. സോറി, എന്നെ വിട്ടേക്കമ്മേ. എന്തൊരു പൊടിയാ! തൂത്തു തുടയ്ക്കാൻ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഭാർഗവി നിലയം പോലൊരു വീട്ടില് ആഴ്ചയിൽ ഒരിക്കലൊന്ന് തൂത്തു തുടച്ചിട്ട് എന്ത് വൃത്തി കിട്ടാനാ? ഇവിടെ പൊടി. ഇതെന്ത് കുന്ത്രണ്ടോ? ഈ സ്വിച്ച് ഓഫ് ചെയ്തപ്പോ മൊബൈൽ വർക്കാവുന്നല്ലോ. ഇതെന്താ ഇത്രയും മെസ്സേജ്? പക്ഷേ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്നറിയോ? നീ എന്താ തിരിച്ചു വിളിക്കാത്തത്? ഇത് ഓണാക്കിയപ്പോ മൊബൈൽ കിട്ടുന്നില്ലല്ലോ. ഇത് ഓണാക്കുമ്പോ റേഞ്ച് പോകുന്നെങ്കിൽ ഇത് മൊബൈൽ ജാമർ തന്നെയാ. ഏതായാലും ഏട്ടന്റെ അറിവില്ലാതെ ഒരു മൊബൈൽ ജാമർ ഇവിടെ വരില്ല. ഏട്ടൻ എന്താ ഇങ്ങനെ? എന്തോ ചതിയുണ്ടല്ലോ. എന്തിനാ ഇവിടെ മൊബൈൽ ജാമർ വെച്ചതെന്ന് ഏട്ടനോട് തന്നെ ചോദിക്കാം. വന്ദനയുടെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണെന്ന സത്യം ഇനിയും മറച്ചു വെക്കാൻ പാടില്ല.
ഇനിയും അത് വന്ദനിൽ നിന്ന് മറച്ചു വെച്ച ഒന്നുകിൽ വന്ദന ആ താലി അഴിച്ചെറിയും, അല്ലെങ്കിൽ അവളെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടും. അവളോട് ഞാൻ നടന്നതെല്ലാം തുറന്നു പറയാൻ പോവാ. വർഷ, അല്ല ഇതെന്തു പറ്റി? എന്റെ വർഷമൊളൊന്ന് പിടക്കത്തിലാണല്ലോ. സോറി വർഷേ, ഒരല്പം വൈകിപ്പോയി. ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിരുന്ന കാര്യം തിരക്കിനിടയിൽ ഞാനങ്ങ് വിട്ടുപോയി. എന്റെ വർഷക്കുട്ടി പിണക്കത്തിലാണോ? എന്താ കാര്യം? ഈ പിണക്കാൻ പറ്റാൻ നമുക്കൊന്ന് പുറത്തു പോവാം. ബീച്ചിലൊക്കെ പോയി നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ടൂർ പോയാലോ? നല്ല ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ പോയി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി 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 അടിപൊളിയായിരിക്കും. ആദ്യം പോയി എന്റെ വർഷക്കുട്ടി ഈ കൈ കൊണ്ട് ഏട്ടനൊരു സ്പെഷ്യൽ ചായ ഇട്ടോണ്ട് വാ. ചെല്ലെന്നേ, ചെന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.